നമസ്കാരം. ഞാൻ എൻ്റെ പഴയകാല ഓർമ്മകളൊക്കെ അവരൊക്കെ ഇങ്ങനെ എൻ്റെ പിള്ളേർ പറയും, അച്ഛനിങ്ങനെ ഒരുപാട് പഴയകാല ഓർമ്മകളും അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ അനുഭവങ്ങളും അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ചെറിയൊരു എപ്പിസോഡ് പോലെ ഒന്ന് തുടങ്ങിയാലോ എന്ന് ഒരു അഭിപ്രായം ഇങ്ങനെ എൻ്റെ മക്കളിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഈ രസകരമായ എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദ്യമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സ്കൂൾ അനുഭവങ്ങളാണ്. സ്കൂൾ അനുഭവം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുറച്ച് കാര്യങ്ങളും സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന സ്കൂളിലാണ് ഞാനും പഠിച്ചത്. അപ്പം രാവിലെ ഇവിടുന്ന് സ്കൂളിലേക്ക് പോകും. അന്ന് റോഡുകളോ അല്ലെങ്കിൽ വഴികളൊന്നും അങ്ങനെയൊന്നുമില്ല. വഴിയിലൂടെ നടന്നു പോകുന്നത്. കൊടും കാടാണ്. ആ കാട്ടിലൂടെ രാവിലെ എല്ലാവരും കൂടെ നടന്നു പോകുന്നത്. കുറേ കൂട്ടുകാരും അതുപോലെ തന്നെ അച്ഛനും അമ്മയും മറ്റുള്ള ടീച്ചേഴ്സും എല്ലാം ഒന്നിച്ചാണ് പോകുന്നത്. അത് അത്രയും കാടായതുകൊണ്ട് മറ്റ് മൃഗങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ രക്ഷ നേടിക്കൊണ്ടാണ് എല്ലാവരും ഒന്നിച്ച് പോകുന്നത്. അപ്പോൾ ഞാനൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1ാം ക്ലാസ് 2ാം ക്ലാസ് കഴിഞ്ഞു, 3ാം ക്ലാസ് കഴിഞ്ഞു, 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിൽ എൻ്റെ അച്ഛൻ പഠിപ്പിക്കുന്നത് 4ാം ക്ലാസ്സിലാണ്. അപ്പോൾ 4ാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ അച്ഛനാണ് എൻ്റെ ഫുള്ള് മലയാളവും കണക്കും എല്ലാം. അന്ന് അങ്ങനെയാണ്. പ്രത്യേകിച്ച് അധ്യാപകരൊന്നും ഓരോ വിഷയത്തിനൊന്നുമില്ല. അപ്പോൾ അച്ഛനാണ് നമുക്ക് കണക്കെടുക്കുന്നതും മലയാളം എടുക്കുന്നതെല്ലാം. മലയാളത്തിനൊന്നും ഒരു പ്രശ്നമില്ല. മലയാളം പദ്യം ചൊല്ലാം, എല്ലാം പഠിക്കും, എല്ലാം പാടിപ്പിക്കും. അതിന് ഭയങ്കര സന്തോഷമാണ് അച്ഛന്. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി മുതൽ 4 മണിയുള്ള കണക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് ഞാനും അച്ഛനും തമ്മിൽ. അച്ഛൻ എന്ന് പറഞ്ഞാൽ ആദ്യം എന്നോടേ ചോദിക്കും കണക്ക്. ബാക്കിയുള്ള ആൾക്കാരോട് ചോദിക്കില്ല. ആദ്യം എന്നോട് കണക്ക് ചോദിക്കും. കണക്ക് ചോദിച്ച് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടിയാണ്. ചൂരൽ വെച്ചിട്ടൊരു അടിയാണ്, നീ ട്രൗസ് പൊന്തിച്ചിട്ട് അടി. എന്നിട്ട് മാത്രമേ ബാക്കിയുള്ള എൻ്റെ കൂട്ടുകാരോട് ചോദിക്കൂ. അതെന്തെന്ന് വെച്ചാൽ ഒരു പരാതി വേണ്ടാന്നില്ലായിരിക്കും അച്ഛൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ കിട്ടുന്ന അടിയെല്ലാം എനിക്കായിരിക്കും ആദ്യം എന്നെ തരും. എന്നിട്ട് എന്താക്കുന്നത്, എൻ്റെ സ്ലേറ്റ് എടുത്തിട്ട് ഒരൊറ്റ ഏറാണ്. അന്ന് വെച്ചാൽ അന്ന് സ്കൂളിനന്ന് പിന്നെ ഇന്നത്തെ പോലെയുള്ള ജനലോ വാതിലോ അങ്ങനെയൊന്നുമില്ല, ഒരു ഓപ്പണാണ്. അപ്പോൾ അതിൽ കൂടെ ഒരു ഏറ് കൊടുത്തു കഴിഞ്ഞാൽ പാറയാണ്. പാറ കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറമുള്ള കാട്, ഈ കാടിൻ്റെ നടുവിലാണ് നമ്മളെ സ്കൂൾ. അങ്ങനെ അച്ഛൻ ഈ കണക്ക് കയറ്റി കഴിഞ്ഞാൽ ഈ അടിയും തന്നിട്ട് ഒരൊറ്റ ഏറാണ് സ്കൂൾ എൻ്റെ സ്ലേറ്റ്. പിന്നെ അടുത്ത് കരഞ്ഞുകൊണ്ട് കുറേ സമയം കുത്തിയിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള കുട്ടികളോട് ചോദിക്കും. അപ്പോൾ അവരെയും തെറ്റിക്കഴിഞ്ഞാൽ അവരെയും തല്ലും. അവസാനം ഞാൻ 4 മണിയാകുമ്പോൾ എൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ കുറേ കുട്ടികളുണ്ട് നമ്മളെ ഭാഗത്തേക്ക് പോകുന്നത്. കുട്ടികളും കൂടെ വീട്ടിലേക്ക് പോകും. ഒരു 5 മണിയാകുമ്പോൾ വീട്ടിലെത്തും. ഒരു 6 മണിയെല്ലാം കൊണ്ട് അച്ഛൻ പുതിയ സ്ലേറ്റുമായി വാങ്ങിച്ചിട്ട് വരും. വാങ്ങിച്ചിട്ട് അച്ഛൻ വരും. അപ്പോൾ സ്ലേറ്റ് വാങ്ങിക്കുമ്പോൾ കരച്ചിൽ വരും. അപ്പോൾ അച്ഛനെ ഒന്ന് തടയുന്ന സാരല്ല, അതൊക്കെ ദേഷ്യം തച്ചു പോയതാണെന്ന് അങ്ങനെയെല്ലാം അച്ഛൻ പറയും. ഇനി പിന്നെയും ആ സ്ലേറ്റ് വാങ്ങിക്കും. പിറ്റേ ദിവസം ഇതേപോലെ കണക്ക് തരും, തെറ്റും, പിന്നെയും സ്ലേറ്റ് എടുത്തെറിയും. വൈകുന്നേരം പുതിയ സ്ലേറ്റ് മേടിക്കും. ഇതാണ് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമായിട്ട് എന്നോട് പറയാനുള്ളത്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് അച്ഛൻ എല്ലാം വന്നിട്ടാകുമ്പോൾ അന്ന് പിന്നെ ചായയൊക്കെ കുടിക്കും. ഒരു 6 മണിയാകുമ്പോൾ ചായയെല്ലാം കുടിക്കും. എൻ്റെ വിശന്ന് എല്ലാം ഉണ്ടാകും സ്കൂളിൽ നിന്ന് വരാം. അന്ന് ഇങ്ങനെ കണ്ടവാനും തിന്നാനൊന്നുമില്ല. അന്നത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നില്ല അച്ഛനമ്മൻ. ഞാൻ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ വൈകുന്നേരം അങ്ങനെ വലിയ കപ്പയോ മീനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ അമ്മ 4 മണിക്കാണ് 4-5 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ അമ്മ വേണം ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഉണ്ടാക്കി ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ ചായയും ഇതെല്ലാം കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു 6-6:30 ആകുമ്പോഴേക്ക് പിന്നെ വീട്ടിൽ അന്ന് മത്സ്യം വെക്കുന്നത് എന്നാൽ തലച്ചോടായിട്ട് വീടുകളിൽ മൊയ്കളാണ്. മൊയ്കളെന്ന് അവരെ പറഞ്ഞത്. മൊയ്കൾ എന്ന് പറയുമ്പോൾ മുക്ക് സ്ത്രീകൾ അന്ന് നമ്മളെ ഈ ഏരിയകളിലൊക്കെ വന്ന് ജീപ്പിനാണ്. അന്ന് ബസ്സൊന്നുമില്ല, ജീപ്പിന് വന്ന് ഇവിടെ ഇറങ്ങി ഒരേ ട്രിപ്പ് മാത്രമേ ഉണ്ടാവും. ആ ജീപ്പ് ഒരു 11-12 മണിയാകുമ്പോൾ ജീപ്പ് ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് വരും. അപ്പോൾ ആടുന്ന് അച്ഛനെല്ലാം പിന്നെ നമുക്ക് വേണ്ടുന്ന മീനും മത്സ്യമെല്ലാം അവർ തരും. എന്നിട്ട് വൈകുന്നേരം കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വരും. അവർ വീട്ടിലാണ് കിടക്കൽ. അന്ന് നമ്മളൊരു വലിയ വീടെല്ലാം, ഞങ്ങളെ വീടാണ് കുറച്ച് വലിയ വീട്. റേഡിയോ ഉണ്ട്, പിന്നെ വാർത്തയെല്ലാം കേൾക്കാം. അങ്ങനെ ആദ്യമായിട്ട് റേഡിയോ മേടിച്ചത് അച്ഛനാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ കുറേ ആളെല്ലാം സന്ധ്യയാകുമ്പോൾ കുറച്ച് അപ്പുറപ്പുള്ള കുറേ ആൾക്കാരെല്ലാം, അന്ന് അത്രയും വീടൊന്നുമില്ല, എന്നാലും അപ്പുറപ്പുള്ള കുറച്ച് ആൾക്കാരെല്ലാം വന്ന് വീട്ടിൽ വന്ന് സന്ധ്യയാകുമ്പോൾ അവിടെ വന്ന് കുത്തിയിരുന്നിട്ട് വാർത്ത കേൾക്കും. പിന്നെ അങ്ങനെ വയലും അങ്ങനെ എന്തെല്ലോ പരിപാടി അന്നേരം ഉണ്ട്. ആ പരിപാടിയെല്ലാം കേട്ട് ഒരു 8 മണി 8-9 മണി എല്ലാവരും പിരിഞ്ഞു പോകാൻ. അപ്പോൾ ആകെ റേഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലാന്നില്ലത്. പിന്നെ ഇല്ല ഇലക്ഷൻ സമയത്തെല്ലാം അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നതല്ല. അപ്പോൾ അങ്ങനെ ഈ മൊയ്കൾ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കും. അപ്പോൾ അവരുടെ അടുത്ത് കുറേ മത്തിയോ അങ്ങനത്തെ എല്ലാം ഉണ്ടാകും. അപ്പോൾ എന്താക്കുന്നത് വെച്ചാൽ അതെല്ലാം മുറിച്ച്
പിന്നെ അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ട് കറി വെക്കാൻ വേണ്ടി പറയും. ചിലപ്പോൾ അവരെന്നെ കറിയെല്ലാം വെച്ച് തരും. എന്നിട്ട് നമ്മളവിടെ ആ റൂമിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ചുരുണ്ട് കൂടി കിടക്കും. എന്നിട്ട് രാവിലെ ഒരു പിന്നെ ഇവിടുന്ന് ഒരു ഡ്രൈവർ ഉണ്ട്, നമ്മുടെ ജീപ്പാണ്, ഒരു വില്ലീസ് ജീപ്പ് വന്നത്. ഈ വില്ലീസ് ജീപ്പിൽ രാവിലെ ഇവർ നാട്ടിൽ പിന്നെയും ടൗണിലേക്ക് പോകും. ടൗണിൽ പോയിട്ട് പിന്നെയും 12 മണി 1 മണിയാകുമ്പോഴേക്ക് അവർ തിരിച്ച് പിന്നെ മീനും കൊണ്ടിവിടെ നാട്ടിലേക്ക് എത്തും. അപ്പം അതൊരു ഇപ്പോൾ ഒരു അനുഭവം തന്നെയാണ്. രാത്രി ഇവർ വന്ന മീനും എല്ലാം മുറിച്ച് തന്ന അന്നത്തെ മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഇവിടെ മീൻ വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ദൂരം വരെ അതിൻ്റെ മണവും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത്ര നല്ല മീനാണ്. ഇന്നത്തെ പോലെ ഐസ് ഇട്ട് പുളിപ്പിച്ച മീനോ അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാത്ത മീനൊന്നുമല്ല. നല്ല അടിപൊളി മീനുകൾ. അത് എത്ര ഉണ്ടാവും, ചിലപ്പോൾ അയില ഉണ്ടാവും, ചിലപ്പോൾ മത്തി ഉണ്ടാവും. അതെല്ലാം ഇഷ്ടംപോലെ മുറിച്ചിട്ട് മീൻ കറിയാക്കി നമുക്ക് അപ്പയും മുതലായിട്ട് എല്ലാവരും കൂടെ രാത്രി കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിയെല്ലാം ആകുമ്പോൾ പിന്നെ കഞ്ഞിയെല്ലാം കുടിക്കും. അന്ന് കഞ്ഞിയാണ് രാത്രി. കഞ്ഞിയെല്ലാം കുടിച്ച് എല്ലാവരും കിടക്കും. പിറ്റേ ദിവസം രാവിലെ വീണ്ടും സ്കൂളിലേക്ക് പോകും. അപ്പം അങ്ങനെയുള്ളൊരു ജീവിത സാഹചര്യമാണ് നമുക്ക് അന്നേരം ഉണ്ടായിരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ വൈകുന്നേരം നമ്മൾ അവിടെ പൊനമ്പാളെന്നൊരു പരിപാടി. പൊനമ്പാളൽ എന്ന് പറഞ്ഞാൽ നെല്ലുവാളലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നെല്ലും വാള, കപ്പയിട പല കൃഷികളും പലതും നടത്താം. അന്ന് നമ്മളെ മേഖലയിൽ നിന്ന് റബ്ബറോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കാലി സ്ഥലം, കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആ സ്ഥലങ്ങൾ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ കാടെല്ലാം കൊത്തി വൃത്തിയാക്കി ഏക്കർ കണക്കിനുണ്ടാവും. അപ്പോൾ അത് കാടെല്ലാം കൊത്തിയിട്ട് ഒരു ദിവസം നമ്മളെന്താകും ചുറ്റുപാടിൽ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ച് ചേർത്തിട്ട് അതിന് തീ വെക്കും. സന്ധ്യക്ക് ഒരു 7 മണിയാകുമ്പോൾ അതിന് തീ കൊടുക്കാൻ വേണ്ടി എല്ലാവരും കൂടെ പോകും. വലിയ ചൂട്ടയും അതുപോലെ മരുതിൻ്റെ തോല് കൊത്തി കെട്ടാക്കിയിട്ട് അങ്ങനെ ഇത് ആയിട്ട് എല്ലാവരും ഒരുങ്ങിയിട്ടാണ് പോകുന്നത്. ഈ മരുതിൻ്റെ തോല് കൊണ്ടുപോകുന്നത് വെച്ചാൽ ഇപ്പം തീ പടരുമ്പോൾ അത് തച്ച് കെടുത്താൻ വിട്ടാന്ന് ഈ പച്ച മരുതിൻ്റെ തോല് കൊണ്ടുവന്നു. പിന്നെ ചൂട്ട് എന്ന് പറഞ്ഞാൽ ചൂട്ട് കൊണ്ടുവന്ന് ഈ തീ കത്തിച്ചിട്ട് തീപ്പെട്ടി കൊണ്ട് തീ കത്തിച്ച് ഇത് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വെച്ചു കൊടുക്കും. അതായത് നമ്മൾ അതിന് കറക്റ്റായിട്ട് വെക്കും. അപ്പോൾ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പന്നിയൊക്കെ ഓടി പിന്നെ പോകുന്ന 2-3 പന്നിയൊക്കെ ഓടി പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പന്നി ഓടി വരുമ്പോൾ നമ്മൾ എന്താ കഴിഞ്ഞാൽ അവിടെ ഒറ്റൊരു വീട് മാത്രമേ ഇല്ലൂ ആ പ്രദേശത്ത്. അപ്പോൾ ആ വീട്ടിലേക്ക് ഓടി കയറി ഈ പന്നി പോയതിന് ശേഷം വീണ്ടും വന്ന് ഈ തീ കത്തിക്കുന്ന പരിപാടിയിൽ ഏർപ്പെട്ട്. അപ്പോൾ ഈ തീ കത്തിക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന 10-15 ആൾക്കാരുണ്ടാവും. അവർ എന്ന് വെച്ചാൽ ഈ നാടൻ ചാരായാലും മാറ്റുന്നതാണ്. ഇവിടെ നാടൻ ചാരായാലും ഇഷ്ടംപോലെ മാറ്റുകയും വെക്കുകയും എല്ലാം ചെയ്യലും കുടിക്കുകയും ചെയ്യുന്നു. അതൊരു സ്ഥലമാണ്. അപ്പോൾ ആ നാടൻ ചാരായെല്ലാം കുടിച്ച് പന്നീൻ്റെ ഇറച്ചിയും പിന്നെ മിച്ച് അതുപോലെ തിന്ന് ഭയങ്കര രസത്തിലാണ് ഇവർ ഈ നിൽക്കൽ. ഭയങ്കര ആർപ്പും വെളിയും പിന്നെ ഭയങ്കര ഒച്ചപ്പാടെല്ലായിരിക്കും. തീയണിങ്ങനെ ആളി കത്തുമ്പോൾ അതിനനുസരിച്ച് ഇവർ ഒച്ചയെല്ലാം ഉണ്ടാക്കും. എന്നിട്ട് ഭയങ്കര ഓ ഓ ഓ ഓ എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഒച്ച ഉണ്ടാകും. അപ്പോൾ 10-15 ആൾക്കാർ ഒന്നിച്ച് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്തെ കുന്നിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കത്തിക്കുന്നുണ്ടാവും. അപ്പോൾ അവരും തിരിച്ച് ഇങ്ങോട്ട് ഓ ഓ ഓ എന്ന് പറഞ്ഞാൽ അവർക്ക് മറുപടിയാകും. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇങ്ങനെ പല വാഴാൻ വേണ്ടി കത്തിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പല സ്ഥലത്ത് ഇങ്ങനെ കത്തിക്കുന്നത് കാണാം. കാരണം മലയോര പ്രദേശമായതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും കത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവർ 10-15 ആൾക്കാർ ഭയങ്കരമായിട്ട് ഒച്ചയും ശബ്ദവും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പുറം മലയിൽ നിന്നും അവിടെ നിന്നൊക്കെ തിരിച്ച് ഇങ്ങോട്ടും അതുപോലെ സൗണ്ടുകൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു ഇത് 7 മണിക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു 10 മണി 11 മണിയാകും ഇതിൻ്റെ കത്തി തീരാൻ വേണ്ടി. അപ്പോൾ ഫുള്ള് കത്തി തീർന്ന് എന്നിട്ട് മാത്രമേ എല്ലാവരും വീടുകളിലേക്ക് പോകും. അത് കത്തി നിൽക്കുന്ന ഏതെങ്കിലും പിന്നെ പഴയ ഉണങ്ങിയ കുറ്റിയോ മരങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുത്ത വീട്ടിൽ പോയി കിണറിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് മൺപാനിയിലാന്ന് മൺപാനിയില്ലു എന്നാൽ മൺപാനിയിൽ വെള്ളം നമ്മൾ കോരിയെടുക്കണം. അതൊരു 10-25 കോല് ആഴമുള്ള കിണറിൽ നിന്ന് കോരിയെടുത്തിട്ട് ഈ ഇതെല്ലാം കെടുത്തും. തീയെല്ലാം കെടുത്തും. എന്തെങ്കിലും കുറ്റിയിലെടുക്കുന്ന തീ ഉണ്ടെങ്കിൽ അവശിഷ്ടം ഉണ്ടെങ്കിൽ അതെല്ലാം കെടുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ വീട്ടിലേക്ക് പോകുള്ളൂ. അതെല്ലൊരു ഭയങ്കര പണ്ടത്തെ ഒരു അനുഭവമാണ്. ഇപ്പം അങ്ങനത്തെ ഒരു അനുഭവമേ ഇല്ല. ഇപ്പം എല്ലാ സ്ഥലത്തും റബ്ബറും മറ്റു കാര്യങ്ങളും എല്ലായതുകൊണ്ട് അങ്ങനത്തെ ഒന്നും അനുഭവങ്ങൾ ആർക്കും അറിയില്ല. ഇതെല്ലാം പണ്ട് നമ്മളെല്ലാം ചെറുപ്പകാലത്ത് നമുക്കറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്കോ എൻ്റെ മോക്കോ അല്ലെങ്കിൽ എൻ്റെ പരമ്പരയിൽപ്പെട്ട ആൾക്കാർക്കൊന്നും ഈ കഥയൊന്നും അറിയില്ല. പിന്നെ എനിക്ക് ഒരു രസകരമായ സംഭവം എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മളെ വീട്ടിൽ എന്തെന്ന് വെച്ചാൽ 4ാം ക്ലാസ്സിൽ പഠിച്ചവർ എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന പിന്നെ ഒരു പയ്യൻ. അവൻ്റെ അമ്മയും അവനും കൂടെ രാവിലെ വീട്ടിലേക്ക് വരും. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ തുടർന്ന് പഠിക്കാൻ വേണ്ടി ഒരുപാട് നിർബന്ധിച്ചു അച്ഛൻ. പക്ഷേ അവൻ പറഞ്ഞു എനിക്ക് പഠിക്കാനൊന്നും കഴിയില്ല, പക്ഷേ എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, ഞാനിവിടെ എന്തെങ്കിലും പണിയെല്ലാം എടുത്തിട്ട് കൂടിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ വീട്ടിൽ കഞ്ഞിയെല്ലാം സ്കൂളിലേക്ക് കഞ്ഞിയെല്ലാം കൊണ്ടുവരും.
പിന്നെ അച്ഛൻ അത്യാവശ്യം ഇങ്ങനെ പാസിംഗ് ഷോ സിഗരറ്റ് വലിക്കുന്നുണ്ട്. അപ്പോൾ അത് വീടിയെ പോയിട്ട് മേടിച്ചുകൊണ്ട് പിന്നെ രാവിലെ ഒരു പാല് മേടിച്ചുകൊണ്ട് തരും. പിന്നെ ഒരു ചെറിയൊരു കടച്ചി ഉണ്ടായിരുന്നു വീട്ടിൽ അത് ഞാൻ കൊണ്ടുപോയിട്ട് കെട്ടും, അതിന് പുല്ല് എരിയും, അങ്ങനെയൊക്കെയുള്ള പണികളായിട്ട് നമ്മളൊന്ന് തന്നെ കൂടി. അപ്പം എനിക്കൊരു ഷർട്ട് മേടിച്ച് കഴിഞ്ഞാൽ ഓനൊരു ഷർട്ട് മേടിച്ചു കൊടുക്കും അച്ഛൻ. എനിക്കൊരു ട്രൗസർ മേടിച്ചു തന്നാൽ ഒരു ട്രൗസർ ഓനും മേടിച്ചു കൊടുക്കും. അതേപോലെ ഒരു ചെരുപ്പ് എനിക്ക് മേടിച്ചാൽ അന്നേരം തന്നെ ഓനും ഒരു ചെരുപ്പ് മേടിച്ചു കൊടുക്കും. അപ്പോൾ അതിനങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു മാസം ഒരു ചെറിയൊരു പൈസ കിട്ടും, അച്ഛന് കിട്ടുന്നതിൽ നിന്ന് ചെറിയൊരു പൈസ അവർക്ക് ചിലവർ കൊടുക്കും. പിന്നെ ഭക്ഷണവും കാര്യങ്ങളെല്ലാം വീട്ടിൽ തന്നെ, കിടക്കാൻ മാത്രം വീട്ടിലേക്ക് പോകും. ചില ദിവസങ്ങൾ ഓൻ പോവുകയും ചെയ്യില്ല. ഓൻ എന്താക്കി വെച്ചാൽ ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ മുകളിലാണ്, താഴെ ഒരു ചാക്കിൻ്റെ ഉള്ളിൽ കൂടും, ചാക്കിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ഓനാണ് കിടക്കും. അപ്പോൾ അങ്ങനെ പിന്നെ രസകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ രസകരമായിട്ടുള്ള അനുഭവം അല്ല. പിന്നെ അച്ഛൻ ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പറയും, എടാ പോയിട്ട് ആ ശമ്പളം മേടിച്ചിട്ട് വാ, മാഷ വീട്ടിൽ പോയിട്ട് പറയും. അപ്പം ശമ്പളം എന്ന് ഞാൻ അന്ന് 10-ാം തീയതിയെല്ലാം കിട്ടാം. ഇന്നതുപോലെ 1-ാം തീയതി ഒന്നും ബാങ്കിലേക്കൊന്നും വരില്ല. അന്ന് 10-ാം തീയതി എല്ലാം ഈ ഹെഡ് മാഷ് എന്നാക്കണം വെച്ചാൽ കംപ്ലീറ്റ് ഇതിൻ്റെ എല്ലാം എഴുതി ടൗണിലേക്ക് പോകണം. ടൗൺ എന്ന് പറഞ്ഞാൽ ഇന്ന് പോയി കഴിഞ്ഞാൽ രാവിലെ പോയാൽ വൈകുന്നേരം ചിലപ്പോൾ രാത്രിയെല്ലാം തിരിച്ചു വരാം. അതവിടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു വരണമെങ്കിൽ രാത്രിയാവും. അപ്പോൾ അതെല്ലാം കൊടുത്തൊരു 3-4 ദിവസം കഴിഞ്ഞാൽ ശമ്പളം പാസ്സാവും. ശമ്പളം പാസ്സായിരുന്ന ശമ്പളത്തിന് ഇടണമെങ്കിൽ കത്തുകയില്ല. അത് ചിലപ്പോൾ അരി തീർന്നിട്ടുണ്ടാവും, ചിലപ്പോൾ മുളക് തീർന്നിട്ടുണ്ടാവും. ഇതെല്ലാം ശമ്പളം ഇട്ട് വേണം മേടിക്കാൻ. പിന്നെ ആകെയുള്ളൊരു പീടിയാന്ന് പറഞ്ഞാൽ ഒരു താടിയുള്ളൊരു ചേട്ടൻ ഉണ്ടായി, നമ്മുടെ താടിച്ചേട്ടൻ എന്നാ പറയല്. അപ്പോൾ അങ്ങനെ ആടെ നിന്നാണ് എല്ലാ സാധനം മേടിക്കുക. അയാൾ പട്ടാളക്കാരനാണെങ്കിലും എല്ലാവരും നല്ലവണ്ണം സാധനം കൊടുക്കും. നല്ല സ്വഭാവം, പൈസക്കൊന്നും ചോദിക്കൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കും, ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആടെ നിന്നാണ് സാധനം മേടിക്കേണ്ടത്. അച്ഛനും മടിയാകും ഈ പൈസ കിട്ടാതെ അങ്ങനെ അങ്ങോട്ട് പോലും അവിടെ നിന്ന് അങ്ങനെ മേടിക്കുന്നില്ല, ഇങ്ങനെ ഇടക്കിടക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും. അങ്ങനെ ഞാൻ ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പോയിട്ട് മേടിച്ചിട്ട് വാ, ശമ്പളം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആ പൊലച്ചക്ക് ശങ്കരനെ കൂട്ടി ഞാൻ പോകും ശമ്പളം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് കുറേ നടക്കണം. നമ്മളെ വീട്ടിൽ നിന്ന് ഈ മാഷ വീട്ടിലേക്ക് കുറേ നടക്കണം. അന്നത്തെ കാലത്ത് ഞാൻ വെറും കാടല്ലേ, ഇങ്ങനെ പേടിയാകും നമുക്ക് പോകാൻ. ഞാൻ ശങ്കരനും ഇങ്ങനെ ബാക്കിലും പുറകിലായിട്ട് ശങ്കരനെ ഞാനിങ്ങനെ പിടിച്ചിട്ടില്ലാന്ന് പൊലിച്ചക്ക്. അത്ര പേടിയാണ് കാട്ടിൻ്റെ ഉള്ളിൽ. കാട് ഞാൻ മലങ്കാട്, അന്ന് പറഞ്ഞറിയിക്കാനാവില്ല. അന്ന് ഇപ്പോൾ അങ്ങനത്തെ ഒരു കാട് കാണിച്ചു തരാനേ കഴിയില്ല, അങ്ങനത്തെ ഒരു കാടേ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാടോ സങ്കല്പമൊന്നും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് അനുഭവിച്ച് നമുക്ക് മാത്രമേ അത് അറിയൂ. എനിക്ക് കയറ്റവും ഇറക്കമെല്ലാം കഴിഞ്ഞ് പോയി മാഷ വീട്ടിൽ പോയി അവിടെ പോവും. അവിടെ പോയിട്ടാകുമ്പോൾ മാഷ് അവിടെ നിൽക്കും. അപ്പോൾ പൈസ എല്ലാം റെഡിയാക്കി കെട്ടി വെച്ചിട്ടുണ്ടാവും. കെട്ടി വെക്കാനൊന്നുമില്ല, കുറച്ചേ ഉണ്ടാവും. 10-30 റുപ്യായിട്ട് ഇല്ലു അന്ന് ശമ്പളം. അപ്പോൾ അത് മേടിച്ചിട്ടാണ് ഞാൻ വരേണ്ടത്. അത് അന്ന് വലിയ കാര്യമാണ് 30 റുപ്യാന്ന് പറയുമ്പോൾ. നാളെ പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ചായ എന്തായാലും തരും. ചായ ഇടാൻ ചിലപ്പം ടീച്ചർ ദോശയെല്ലാം ചുടുന്നുണ്ടാവും. ദോശ ചെയ്യുന്നത് പച്ചരി ദോശ നല്ല മണ്ണുണ്ട് അവിടെ പോകുമ്പോഴേക്ക്. അപ്പോൾ അവിടെ മാഷ് പറയും, പിന്നെ വാ 2 ദോശ ചായ കുടിച്ച് പോയാതി പറയും. അപ്പോൾ അത്രയും നടക്കാനുണ്ട്, തിരിച്ച് പിന്നെയും നടക്കേണ്ട 1 മണിക്കൂർ. അപ്പം നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ മാഷ് തന്ന ചായയും ഇതെല്ലാം പിന്നെ കുടിച്ച് തിരിച്ച് കാട്ടിലെന്നെ തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ഈ പൈസ എന്താ വെച്ചാൽ കീശയിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കും. അപ്പോൾ അത് ടൗണൊന്നും ഇല്ല, അന്ന് നാട്ടിലെ കൂടിയാണ് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് ഈ പൈസ സുരക്ഷിതമായിട്ട് ഈ പൈസ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നാൽ ഈ ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. അതൊരു രസകരമായിട്ടുള്ളൊരു അന്നത്തെ കാലത്തെ ഒരു അനുഭവമാണ്. ഞാൻ മാത്രമല്ല, അത് എല്ലാ മാഷന്മാരെ മക്കളും ഈ രീതിയിലാണ് പോയിട്ട് അവിടെ പൈസ മേടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക. അന്ന് അങ്ങനെയാണ്. അന്ന് സ്കൂളിൽ നിന്നും അങ്ങനെ രാവിലെ എല്ലാവരെയും വിളിച്ചിട്ട് ശമ്പളം കൊടുക്കുന്ന ഒരു ഏർപ്പാടൊന്നുമില്ല. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ രാവിലെ പോയിട്ട് മേടിച്ചോളാം, എന്നിട്ട് പേടിയെല്ലാം കൊണ്ടുപോയി കൊടുത്തവർ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അരിയും മറ്റു സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു രസകരമായിട്ടുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ കഥ പറയൽ, ഈ രസകരമായിട്ടുള്ള കഥകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ എൻ്റെ രസകരമായിട്ടുള്ള കൂടുതൽ അനുഭവങ്ങളും പല കഥകളും, ഇനി ഒരുപാട് കഥകളും അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ ഇനി അടുത്ത എപ്പിസോഡുകളിൽ അവതരിപ്പിക്കും. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കണ്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.